ഇന്നിവിടെ സംഗീതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഹോദര സഹോദരികളെ, വിശിഷ്ടാതിഥികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതായുള്ള ഈ കാലയളവിൽ അതിൻ്റെ പ്രതിഷേധം അറിയിക്കുക എന്നത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വസ്തുതയായിട്ട് മാറിയിരിക്കുന്നു. ഇത് പൊതു വിളംബരം നടത്തുവാനായിട്ട് കേരള ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ഈ പ്രതിഷേധ റാലി സമൂഹത്തെ മുഴുവനായി ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരാക്കി തീർക്കുകയും പ്രതിഷേധം എന്ത് എന്നത് ചുമതലപ്പെട്ടതായുള്ള സ്ഥാനങ്ങൾ അറിയിക്കുവാൻ്റെ കൊണ്ടും താല്പര്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. മതപീഡനങ്ങൾ, മതന്യൂനപക്ഷത്തിനെതിരായി ദിനംതോറും വർദ്ധിച്ചു വരുന്നതായുള്ള അവസരത്തിൽ എന്താണ് ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നത് എന്നത് തിരിച്ചറിയുവാൻ വളരെ പ്രയാസകരമായിട്ട് മാറിയിരിക്കുന്നു. JB കമ്മീഷൻ റിപ്പോർട്ട് മുഴുവനായി പുറത്താക്കാത്തതായിട്ടുള്ള സാഹചര്യത്തിലും അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നതായുള്ള അവസരത്തിലും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാനായിട്ട് വളരെ പ്രയാസം വരുന്നതായുള്ള സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് JB കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം എല്ലാവർക്കും വായിക്കുവാൻ തക്കോണം, അറിയുവാൻ തക്കോണം അത് അറിയിക്കുക എന്നത് ഭരണ ചുമതലയിലിരിക്കുന്നതായുള്ള ആളുകളെ സംബന്ധിച്ച് തികച്ചും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ജനങ്ങളുമായി ചേർന്ന് ജനങ്ങളുടെ ഉദ്ധാരണത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നത്രേ ആവശ്യമായിരിക്കുന്നത്. മതേതരത്വ രാഷ്ട്രത്തിൽ നാം ജീവിക്കുന്ന അവസരത്തിൽ ഒരിക്കലും തന്നെ പൊതു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ആരും ശ്രമിക്കരുത്. അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു നടപടിയാണ്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ടും മൂല്യങ്ങളെ മുറുകെ പിടിച്ചും ജനനന്മയ്ക്കായി, രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായി, അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുവാൻ്റെ കോണം താല്പര്യപ്പെടുക അത്ര ആവശ്യമായിരിക്കുന്നത്. വെറുപ്പും പകയും വിദ്വേഷവുമൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും പാത എൻ്റെ എന്നത് വെട്ടിത്തെളിച്ച് കാണിച്ചു കൊടുക്കുക എന്നതത്രേ മതസ്ഥരായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചോളം തികച്ചും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാട് മാത്രം ഉദ്ഘോഷിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലല്ല, മറ്റ് മതസ്ഥരെയും ഒരുപോലെ തന്നെ ആദരിക്കുകയും നാം എല്ലാവരും ഒരു രാഷ്ട്രത്തിൻ്റെ ജനതയാണ്, ഒരു സമൂഹമാണ് എന്നുള്ളതായുള്ള കാഴ്ചപ്പാടിൽ ഐക്യത്തോടും സമാധാനത്തോടും നീതി പുലർത്തിയും ഭരണഘടനയുടെ കൂറ് പ്രഖ്യാപിച്ചും ഒക്കെ ജീവിക്കേണ്ടി വരുന്നതായുള്ള ഒരു സാഹചര്യമാണ്. അപ്രകാരമേ ആകാവൂ എന്നത് നാമും ആഗ്രഹിക്കുന്നതായുള്ള ഒന്നാണ്. ദൈവം വെളിപ്പെടുത്തുന്നതായുള്ള സ്നേഹത്തിൽ അന്യോന്യം ആദരിക്കുവാൻ്റെ നമുക്കിടയാകണം, അന്യോന്യം ഉൾക്കൊള്ളുവാനായിട്ടിടയാകണം. ആരും നമുക്ക് അപരനല്ല, ആരും നമുക്ക് എതിർക്കുന്നതായിട്ട് ആളുകളല്ല. ദുഷ്ടതയെ വെറുക്കുകയും ദുഷ്ടനെ സ്നേഹിക്കുകയും ചെയ്യേണ്ടതായിട്ട് ആവശ്യകതയാണ് ഇത്തരണത്തിലേറെ ആവശ്യമായിരിക്കുന്നത്. അത് പുലർത്തുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ. അതിനായിട്ട് സമൂഹത്തെ തന്നെ ബോധവൽക്കരിക്കുവാൻ ഈ വിളംബര ജാഥയിലൂടെ സാധ്യമായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടും എല്ലാ ആശംസകളോടും കൂടി ഈ വിളംബര ജാഥയ്ക്ക് വിജയം ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തിരുമേനി.